ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലാവേൻ്റെ ഏറ്റവും പുതിയ ഡിവൈസായ ലാവ അഗ്നി 4. അപ്പോൾ ലാവേൻ്റെ പ്രീമിയം അതായത് അവരുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഡക്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അതാണ് അഗ്നി സീരീസ്. അപ്പോൾ അഗ്നീൻ്റെ ഏറ്റവും പുതിയ സീരീസാണ് അഗ്നി 4. അപ്പോൾ ഇത്തവണ ലാവ രണ്ടും കൽപ്പിച്ചാന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ അവർ ഗ്ലോബൽ മാർക്കറ്റ്സിന് ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ലാവ അനൗൺസ് ചെയ്യുന്നത് വെച്ചാൽ ലണ്ടനിൽ ഈ ഫോണ് അടുത്ത വർഷം സെയിലാവും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത് എന്ന് സെയിലാവുമെന്ന് നമുക്കറിയില്ല, എന്നാണെങ്കിൽ ലണ്ടനിലാണ് അവർ അനൗൺസ് ചെയ്തത്. അപ്പോൾ ലാവ അഗ്നി 4ൻ്റെ വളരെ ക്വിക്കായ ഒരു അൺബോക്സിംഗ് നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ലാവ അഗ്നി 4. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 22,999 ആ റേഞ്ചിലാണ് വരുന്നത്, കാർഡ് ഓഫേഴ്സ് ചേർത്തിട്ട്. അപ്പോൾ 25,000 താഴെയാണ് വരുന്നത്. എന്നാൽ നല്ല ഹാർഡ്വെയർ ആണ്. ഡിമെൻസിറ്റി 8350 പവർഫുൾ ചിപ്പാണ്. അതേപോലെ UFS 4.0 LPDDR 5X റാം, അലുമിനിയം ചാസിയാണ്, കോർണിംഗ് ഗോറില്ല ഗ്ലാസ് ബിൽഡാണ്, 50 മെഗാപിക്സൽ റിയർ ആൻഡ് ഫ്രണ്ട് ക്യാമറയാണ്. അപ്പം എല്ലാം കൊണ്ട് തന്നെ അടിപൊളിയാണ്. എന്നാൽ നമ്മുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലാണ് അൺബോക്സ് ചെയ്യാം, എന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. അപ്പോൾ എപ്പോഴത്തേക്കും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. നമുക്ക് പെട്ടെന്ന് അൺബോക്സ് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. അഗ്നി 4 എന്ന് എഴുതിയാണ്. പിന്നെ അവിടെ കുറച്ച് എഴുതിയിട്ട് ഡേറ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ലാവേൻ്റെ ബ്രാൻഡിങ് കാണാം, AI കാണാം. കുറച്ച് നീളത്തിലുള്ള ബോക്സാണ്, കഴിഞ്ഞ തവണത്തെ പോലെ തന്നെയാണ്. ഫ്രീ ഫോൺ റീപ്ലേസ്മെൻറ്റ്, അതായത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഡ്യൂറിങ് 1 ഇയർ വാറണ്ടി പീരീഡ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ലാവേൻ്റെ വെബ്സൈറ്റിൽ നോക്കാവുന്നതാണ്. അതേപോലെ ഫ്രീ സർവീസ് അറ്റ് ഹോം. ഞാൻ മുമ്പ് പറയേണ്ട ലാവേൻ്റെ എല്ലാ ഫോൺസിലും തന്നെ ഫ്രീ സർവീസ് അറ്റ് ഹോം ഉണ്ട്. വീട്ടിൽ വന്ന് സർവീസ് ചെയ്യും. 14 5G ബാൻഡ്സാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതിനൊപ്പം തന്നെ നമുക്ക് 3.3 GHz MediaTek 8350 ഒക്ടകോർ പ്രോസസ്സറാണ്. 6.67 ഇഞ്ചസ് 1.5K AMOLED ഡിസ്പ്ലേയാണ്. ഗോറില്ല ഗ്ലാസ് 5 സപ്പോർട്ടാണ്. അലുമിനിയം ഫ്രെയിം, പ്രീമിയം മാറ്റ് ഗ്ലാസ് ബാക്ക് പാനലാണ്. 50 മെഗാപിക്സൽ OIS മെയിൻ ക്യാമറയും 50 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. സപ്പോർട്ട്സ് 4K 60 FPS റെക്കോർഡിംഗ്. പിന്നെ പവർഫുൾ 5000 mAh ബാറ്ററി, 66 വാട്ട് ചാർജിങ്, UFS 4.0 LPDDR 5X റാമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടോപ്പ് ഓഫ് ദ ലൈൻ ഹാർഡ്വെയർ ആണ്. 2 കളേഴ്സിലാണ്, വൈറ്റും നമുക്ക് കിട്ടുന്ന ഒരു ബ്ലാക്ക് കളറുമാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ബ്ലാക്ക് കളറാണ്. അപ്പോൾ നമുക്ക് തുറക്കുമ്പോൾ തന്നെ ഫോണാണ് മുകളിൽ കാണുന്നത്. ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ബാക്കി എന്തൊക്കെയാണ് വരും നോക്കാം. അപ്പോൾ വീണ്ടും ഫ്രീ സർവീസ് അറ്റ് ഹോമിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് എങ്ങനെ അവൈൽ ചെയ്യാമെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. ഐദർ വെബ്സൈറ്റിലോ വാട്സാപ്പിലോ കോൾ സെൻറ്ററിലോ ടോൾ ഫ്രീ നമ്പറിലോ ഒക്കെ നമുക്കത് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ നമുക്കൊരു സിം ഇജക്ടർ പിന്നുമാണ് വരുന്നത്. പിന്നെ ഒരു ടിപ്പിക്കൽ TPU കേസാണ്, സ്റ്റാൻഡേർഡ് TPU കേസ് ഉണ്ടല്ലേ, സ്റ്റാൻഡേർഡ് TPU കേസാണ്. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു USB Type C to Type C ചാർജിങ് കേബിളാണ്. അതുകൂടാണ്ട് തന്നെ ഒരു 66 വാട്ട് അഡാപ്റ്ററുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് 66 വാട്ട് അഡാപ്റ്റർ. നമ്മൾ Type C to Type C ചാർജിങ് കേബിളാണ്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം, എന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലാവ അഗ്നി 4. അപ്പോൾ ഡിസൈൻ കണ്ടില്ലേ, വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ്. ഇതൊരു ഗ്ലാസ് ഫിനിഷാണ്, അലുമിനിയം ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഇവിടെ നമുക്ക് ക്യാമറേൻ്റെ ഒരു ഇതുണ്ടല്ലേ, ഡെക്കോർ അഗ്നി എന്ന് വേണം, LED ഫ്ലാഷ് ആണ്, 2 ക്യാമറാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ക്യാമറയെക്കുറിച്ച് ഞാൻ വിശദമായി പറയാം. ഇവിടെ ലാവ 5G എന്ന് വേണം. ഈ ഒരു സ്മൂത്ത് മാറ്റ് ഫിനിഷാണ്, വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് മാറ്റ് ഫിനിഷാണ്. അതേപോലെ ഈ സൈഡ്സ് ഒക്കെ ഉണ്ടല്ലേ, വളരെ നല്ല പ്രീമിയം ലുക്കിംഗ് ആണ് കേട്ടോ. അതിലൊരു സംശയമില്ല, നല്ല ഒരു പ്രീമിയംനെസ് ഉണ്ട്. ഇവിടെ നമുക്ക് വോളിയം കീസ് കാണാം, പവർ ബട്ടൺ കാണാം, മുകളിൽ സ്പീക്കർ യൂണിറ്റ് കാണാം. അതേപോലെ താഴത്ത് നമുക്ക് കിട്ടുന്നത് ഒരു സിം ട്രേയും അതേപോലെ USB Type C പോർട്ട്, സ്പീക്കർ. അപ്പോൾ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്. അതിനൊപ്പം തന്നെ നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡിസ്പ്ലേ ഡിസൈൻ്റെ കാര്യത്തിൽ വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി പറയാം. കാരണം നല്ലൊരു പ്രീമിയംനെസ് ഉണ്ട് എന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പം ലാവ നല്ലൊരു എഫേർട്ട് എടുത്തിട്ടുണ്ട്, നമുക്ക് തീർച്ചയായിട്ടും പറയാം. ഒരു ഇന്ത്യൻ ബ്രാൻഡ് നല്ലൊരു എഫേർട്ട് എടുത്തിട്ടുണ്ടെന്നുള്ളതിൽ നമുക്കൊരു സംശയമില്ല. അപ്പോൾ ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഡിസൈൻ ലാംഗ്വേജ് നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഡിസ്പ്ലേയിലേക്ക് പോകും. അവിടെ നമുക്ക് കിട്ടുന്ന 6.67 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ്. എഗെയിൻ കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5 ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എഗെയിൻ നല്ലൊരു ആസ്പെക്റ്റ് ആണ്. പിന്നെ 2400 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. അതേപോലെ തന്നെ 1.5K പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ്. 446 പിക്സൽസ് പെർ ഇഞ്ചാണ്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. അതേപോലെ 100% ഗ്രേറ്റർ ദാൻ 100% NTSC കളർ ഗ്യാമത്തും ഇതിനകത്ത് ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണെന്ന് പറയുന്നത് ഒരു സംശയമില്ല. നല്ല ടച്ച് റെസ്പോൺസ് ആണ്, നല്ല സ്മൂത്ത് ഡിസ്പ്ലേ ആണ്, നല്ല ഒരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് ഇത് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൂവീസ് കാണാനൊക്കെ നല്ല. അതേപോലെ ബെസൽസ് നോക്കി, വളരെ മിനിമൽ ബെസൽസ് ആണ് കൊടുത്തിരിക്കുന്നത്.
ഈ ഒരു സെഗ്മെൻറ്റിൽ നല്ലൊരു എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി ഡെഫിനറ്റ്ലി നല്ലതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. 6.67 ഇഞ്ചസ് ആണ്. പിന്നെ ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ്, അത് 50 മെഗാ പിക്സൽ ഷൂട്ടറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ്. പിന്നെ അതുകൂടെ തന്നെ നമ്മുടെ ഡിസൈൻ ലാംഗ്വേജ് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി. IP64 റേറ്റിംഗും ഇതിനകത്ത് സപ്പോർട്ടഡ് ആണ്. ഗോറില്ല ഗ്ലാസിനെ പോലെ തന്നെ വേറൊരു ഡിസൈൻ ലാംഗ്വേജ് നമുക്ക് ഫീച്ചർ IP64 റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഓവറോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഡിസൈൻ ആൻഡ് ഡിസ്പ്ലേ എക്സ്പീരിയൻസ്. ഇനി അടുത്ത സോഫ്റ്റ്വെയറിലേക്ക് പോകാം. അപ്പോൾ നമുക്കറിയാം ലാവേൻ്റെ സോഫ്റ്റ്വെയർ തന്നെ വളരെ ക്ലീൻ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് ലാവ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതിലും ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ തന്നെ നമുക്ക് കിട്ടുന്നത് കണ്ടില്ലേ, ക്ലീൻ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു തേർഡ് പാർട്ടി ആപ്സ് ഒന്നും തന്നെ ഇല്ല, ഒരു തേർഡ് പാർട്ടി ആപ്സും ഇല്ല. ഗൂഗിളിൻ്റെ ആപ്സും അതിനൊപ്പം തന്നെ ലാവേൻ്റെ 2-3 ആപ്സ് ഉണ്ട്. അതായത് ഔട്ട്ഡോർ ടൂൾ ബോക്സ്, സൗണ്ട് റെക്കോർഡർ, വായു AI, അത് AI ടൂളാണ്. ഇതുണ്ടല്ലേ, ഇത് കുറച്ച് ടൂൾസാണ് ലാവ പ്രൊവൈഡ് ചെയ്യണത്, അതാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ആക്ച്വലി വളരെ യൂസ്ഫുൾ ടൂളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സാധാരണ ഫോൺസിൽ വരാറില്ലാത്ത ടൂൾസാണ്, എന്നാൽ ഇവിടെ ലാവേൻ്റെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഈ വായു AI എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട്, ഒരു പട്ടിക്കുട്ടിയാണെന്ന് തോന്നുന്നു ഇവിടെ കിടക്കുന്നുണ്ടല്ലേ. നമ്മൾ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് AI എനേബിൾ ആയി വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് കമാൻഡ്സ് ട്രൈ ചെയ്ത് നോക്കാം. ഈസ് ദർ എ ചാൻസ് ഓഫ് റെയിൻ ഇൻ കൊച്ചി ടുഡേ? The forecast for Kochi, India today, November 20th, 2025, indicates a 0% chance of rain during the day. However, there is a 45% chance of light rain tonight. അപ്പോൾ വേണ്ട, അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആ പട്ടിക്കുട്ടി കിടന്നു ഉറങ്ങും. അപ്പോൾ ഒരു കൂൾ ആനിമേഷനാണ്. എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ളത് നമുക്ക് ഒരുപാട് യൂസ് ചെയ്താലേ പറയാൻ പറ്റില്ല ഡെയിലി ബേസിസ്. ഇതാണ് ഇതിൻ്റെ കണ്ടില്ലേ, നമ്മളിപ്പോൾ യൂസ് ചെയ്തില്ലെങ്കിൽ ഇവിടെ കിടന്നുറങ്ങും. ജസ്റ്റ് ടാപ്പ് ചെയ്താൽ ആ AI അസിസ്റ്റൻറ്റ് അവേക്കാവും, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഇവിടെ നമുക്ക് വായു AI എന്ന് ഉണ്ടല്ലേ, ഇവിടെയും നമുക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. AI ഏജൻസ് ഒരുപാട് ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ എഡിറ്റർ, AI ടെക്സ്റ്റ്, അങ്ങനെ ഒരുപാട് ടൂൾസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് AI എനേബിൾ. പിന്നെ നമുക്ക് ജസ്റ്റ് സെറ്റിങ്സ് പോകാം. കണ്ടില്ലേ, ക്ലീൻ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ്. എന്നാൽ എനിക്ക് തോന്നുന്നു ഒരു ചെറിയ ലെവൽ ഓഫ് കൺസിസ്റ്റൻസി ഇഷ്യൂസ് ഉണ്ട്. അതായത് UI എക്സ്പീരിയൻസ് വളരെ കൺസിസ്റ്റൻ്റ് അല്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് മേ ബി ഇംപ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഉണ്ടല്ലേ MediaTek Dimensity 8350, 8GB RAM, ആൻഡ്രോയിഡ് 15 ആണ് വരുന്നത്. അത് ആൻഡ്രോയിഡ് 16 കൊടുക്കാമായിരുന്നു. അഗെയിൻ 3 years ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ്, 4 years ഓഫ് സെക്യൂരിറ്റി പാച്ചസ് ആണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ സ്റ്റോറേജ് 256GB ആണ് വരുന്നത്. ഇതാണ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. ഇപ്പോൾ ആൻഡ്രോയിഡ് 16 ഇല്ല എന്നുള്ളത് പ്രോബ്ലി ഒരു ഡൗൺ സൈഡ് ആയിട്ട് വേണമെങ്കിൽ പറയാം. എന്നാലും 3 years ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഇൻഎഫക്റ്റീവ് നമുക്ക് 2 years കിട്ടുന്നുള്ളൂ. കാരണം ഓൾറെഡി ആൻഡ്രോയിഡ് 16 ഇറങ്ങിയതാണ്, അതിൻ്റെ അപ്ഡേറ്റ് ഓൾറെഡി നമുക്ക് 1 വർഷം പോകുമല്ലോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പറയാവുന്നത്. ക്ലീൻ ആൻഡ്രോയിഡ് ആണ്, പക്ഷേ എന്നാലും കുറച്ചൊരു കൺസിസ്റ്റൻസി ഇഷ്യൂസ് ഉണ്ട്. എന്നാൽ ഇപ്പോൾ കുറച്ചുകൂടി റിഫൈൻഡ് ആണ്. ഐ മീൻ മുമ്പത്തേക്കാളും നല്ല റിഫൈൻഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് ആവശ്യമുണ്ട്. ഓവറോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു ക്ലീൻ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് ലാവ ഓഫർ ചെയ്തിരിക്കുന്നത് അഗ്നി 4-ൽ. അപ്പോൾ നമ്മൾ അൺബോക്സിങ് ചെയ്തു, ബാക്കിയുള്ള ഡിസ്പ്ലേ കാര്യങ്ങൾ പറഞ്ഞു, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പറഞ്ഞു. ക്ലീൻ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണെങ്കിലും കുറച്ചും കൂടി റിഫൈൻമെൻറ്റ് വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം വളരെ ബ്ലാൻഡ് ലുക്കിംഗ് ആണ്. അതേപോലെ ചില കൺസിസ്റ്റൻസി ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അതായത് ഡിസൈൻ ലാംഗ്വേജ് കിട്ടും. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കൊള്ളാം, എന്നാൽ ഡിസൈനിൽ കുറച്ച് ചില രീതിയിൽ കൺസിസ്റ്റൻസി ഇഷ്യൂസ് ഉണ്ട്. അതൊക്കെ ഫിക്സ് ചെയ്യാവുന്നതാണ്, ഡെഫിനറ്റ്ലി വർക്ക് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പെർഫോമൻസിലേക്ക് വരാം. ഇതാണ് ഇതിൻ്റെ ടോപ്പ് ആസ്പെക്ട് എന്ന് പറയാവുന്നത്. Dimensity 8350 ഒക്ടോകോർ പ്രോസസ്സർ. അപ്പോൾ 8350 ഒക്ടോകോർ പ്രോസസ്സിൻ്റെ ഏതാണ്ട് ആൻഡ്രോയിഡ് സ്കോർ എന്ന് പറഞ്ഞാൽ 1.4 മില്യൺ, അത് 14 ലക്ഷമാണ്. അതിനൊപ്പം തന്നെ UFS 4.0 LPDDR5X റാമാണ് കൊടുത്തിരിക്കുന്നത്. ഈ പ്രൈസ് സെഗ്മെന്റിൽ UFS 2.2 കൊടുക്കുന്ന ഒരുപാട് ഡിവൈസ് ഉണ്ട്. ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ആ ഡിവൈസസിനെ കുറിച്ച്, അതായത് ഡിവൈസിനൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് UFS 4.0 LPDDR5X റാം കൊടുത്തിരിക്കുന്നത്. നല്ലൊരു പെർഫോമിംഗ് ചിപ്പാണ്. അതേപോലെ തന്നെ ഡേ ടു ഡേ ടാസ്ക് തന്നെ വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി. ലാഗോ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുകൂടാണ്ട് തന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും 14 5G ബാൻഡ്സുമാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിലൊന്നും തന്നെ ഒരു കോംപ്രമൈസും ഇല്ല എന്ന് പറയാം. അപ്പോൾ സോളിഡ് പെർഫോമൻസ് ആണ് ഇത് ലാവ അഗ്നി 4 ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, നല്ലൊരു ഗെയിമിംഗ് സെൻട്രിക് ഡിവൈസുമായിട്ട് വേണ്ടി കൺസിഡർ ചെയ്യാവുന്നതാണ്. കാരണം 8350 നല്ലൊരു ചിപ്പാണ്. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്താണ്, ഒരുപാട് ഡിവൈസസിൽ നമ്മൾ കണ്ടതാണ്. ഇനി നമുക്ക് ക്യാമറാസിനെ കുറിച്ച് പറയാം. അപ്പോൾ റിയർ ക്യാമറ എന്ന് പറഞ്ഞാൽ ഡ്യുവൽ ക്യാമറയാണ്. ഒരു 50 മെഗാ പിക്സൽ പ്രൈമറി ക്യാമറയും അതിനൊപ്പം തന്നെ ഒരു 8 മെഗാ പിക്സൽ അൾട്രാ വൈഡുമാണ്. അതുകൂടാതെ തന്നെ നമുക്കൊരു 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റിയർ ആൻഡ് ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് 4K റെക്കോർഡിംഗ് ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു ഫീച്ചർ. അപ്പോൾ റിയർ ക്യാമറയിലാണെങ്കിൽ നമുക്ക് 4K റെക്കോർഡിംഗ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ സെൽഫി വീഡിയോസാണ്
ഒരുപാട് എടുക്കണമെങ്കിൽ അവിടെ നമുക്ക് 4K സപ്പോർട്ട് ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു ആസ്പെക്ട്. അപ്പോൾ 4K റിയർ ആൻഡ് ഫ്രണ്ടിൽ എടുക്കാന്നുള്ളത് എല്ലാ ഫോൺസിലും ഈ പ്രൈസ് സെഗ്മെന്റ് ഇല്ല, എന്നാലും വളരെ ചുരുക്കം ഫോൺസിലുള്ളതിൽ ഇതും അതിനകത്ത് കൂട്ടാവുന്നതാണ്. പിന്നെ നമുക്ക് ക്യാമറ സാമ്പിൾസ് ഒന്ന് നോക്കാം. ഇതെല്ലാം ലാവ അഗ്നി 4 എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. കുഴപ്പമില്ലാത്ത എക്സ്പീരിയൻസ് ആണ്. എന്നാൽ കളേഴ്സ് അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല, എന്നാലും കുഴപ്പമില്ല. ഇത് പ്രോബ്ലി കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഡീറ്റെയിൽസ് നല്ലതാണ്, ഷാർപ്നെസ് ലെവൽസ് ഒക്കെ നല്ലതാണ്. കളേഴ്സ് കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. നല്ലതാണോ? എനിക്ക് തോന്നുന്നു സെൽഫി ക്യാമറ കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് തോന്നി, നല്ലൊരു ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അതേപോലെ വീഡിയോ റെക്കോർഡിംഗ് കാണാൻ സാധിക്കും നിങ്ങൾക്ക്. അപ്പോൾ 4K റെക്കോർഡിംഗ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഓവറോൾ ക്യാമറ ക്വാളിറ്റി ഡെഫിനറ്റ്ലി ആക്സെപ്റ്റബിൾ എന്ന് പറയാം, എന്നാൽ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ്സ് ഡെഫിനറ്റ്ലി വരുത്തേണ്ടതുണ്ട്. അപ്പോൾ ഇതായിരുന്നു ലാവേൻ്റെ അഗ്നി 4ന്റെ ക്യാമറ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് ബാറ്ററിയിലോട്ട് വരാം. 5000 mAh ബാറ്ററി, 66 വാട്ട് ചാർജിങ് ആണ് വരുന്നത്. നല്ല ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്, 66 വാട്ട് ഉണ്ട്. എന്നാൽ ബാറ്ററി കപ്പാസിറ്റി 5000 ഉള്ളൂ. എന്നാൽ ഈ പ്രൈസ് സെഗ്മെന്റിൽ ചില ഫോൺസിലൊക്കെ ഇപ്പോൾ 6000 7000 mAh ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ബാറ്ററി കപ്പാസിറ്റി കുറച്ച് കുറവാണ്, എന്നാലും കുഴപ്പമില്ല. 5000 mAh ഉണ്ട് എന്നുള്ളത് ഒരു ഫീച്ചറായിട്ട് വേണമെങ്കിൽ, എന്നാലും 5000 mAh ബാറ്ററി ഉണ്ട്, ഡീസൻറ്റ് എക്സ്പീരിയൻസ് കിട്ടുന്നുള്ളത്. പിന്നെ അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് ചാർജിങ് ചെയ്യുക എന്നുള്ളത് മറ്റൊരു ഫീച്ചറാണ്. ചാർജർ ബോക്സിനകത്തും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതായിരുന്നു ബാറ്ററീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഓവറോൾ എനിക്ക് തോന്നുന്നു നല്ല ഒരു എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി കിട്ടേണ്ടതാണ്. അപ്പോൾ ഇതായിരുന്നു ലാവ അഗ്നി 4ന്റെ നമ്മുടെ ഒരു അൺബോക്സിങ് ഫസ്റ്റ് ഇംപ്രഷൻ. ഓവറോൾ നല്ല ഒരു എഫേർട്ടാണ് ലാവ എടുത്തിട്ടുള്ളത്. കാരണം ബിൽഡ് ക്വാളിറ്റി, ഫിറ്റ് ആൻഡ് ഫിനിഷ് ടോപ്പ് നോച്ചാണ്. ഡിസ്പ്ലേ എക്സ്പീരിയൻസ് നല്ലതാണ്, ക്ലീൻ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ്, ക്യാമറാസ് നല്ലതാണ്, കുഴപ്പമില്ലാത്ത എക്സ്പീരിയൻസ് ആണ്. എന്നാൽ പെർഫോമൻസ് ആണ് ഇതിൻ്റെ സ്ട്രോങ് പോയിന്റ്സ്. ഡിമെൻസിറ്റി 8350 ചിപ്പും അതേപോലെ LPDDR5X റാമും UFS 4.0 എല്ലാം തന്നെ സ്ട്രോങ് ആസ്പെക്ട്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് കാർഡ് ഓഫേഴ്സ് 22,999 ആണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ ഈ വിലയ്ക്ക് വേർത്ത് ആണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം പറയാം. എനിക്കൊന്ന് നല്ലൊരു അറ്റംപ്റ്റ് ആണ് ലാവ നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഫ്രീ സർവീസ് അറ്റ് ഹോം ഉണ്ട്, 1 ടൈം സ്ക്രീൻ റീപ്ലേസ്മെന്റ് ഓഫർ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു പാക്കേജാണ്, നല്ലൊരു അറ്റംപ്റ്റ് ആണ് ലാവ നടത്തിയിരിക്കുന്നത്. കുറച്ചും കൂടെ പ്രീമിയം ഡിവൈസസ് കൊണ്ടുവരാൻ നല്ലൊരു പ്രീമിയം ബിൽഡ് ക്വാളിറ്റിയും ഫിറ്റ് ആൻഡ് ഫിനിഷ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, നല്ലതാണോ, ഈ പ്രൈസിന് വേർത്ത് ആണോ, എല്ലാം തന്നെ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.